എടി ശിവ, നീ അറിഞ്ഞോ? ആര്യ മിസ് അപ്പുറത്തെ ക്ലാസ്സിൽ പേപ്പർ കൊടുത്തു. ആണോടി അമ്മൂസേ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ മലയാള എക്സാമിന് ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഏതൊക്കെ സിനിമ പാട്ട് എഴുതി വെച്ചിക്കണം. ടീച്ചർ എന്തായാലും പേപ്പർ വായിച്ചുകൂടെ കട്ടപ്പോക്കെ. ഏത് പാട്ടാ ശിവ നീ എഴുതിയേ? ഓ അതൊന്നും പാടാതിരിക്കണല്ലേ. ഒന്ന് പറയടി, ഏത് പാട്ടാ, ഞങ്ങൾക്കും കേൾക്കാലോ. ഞാൻ ഇനിയിപ്പോൾ പാടണോ? ആ പാടി ഞാനും കേക്കട്ടെ. പിന്നെ ബീറ്റെടുത്തിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി, തീ പിടിച്ചത് മൂട്ടിലെമ്മിണി, നേരം കൊണ്ടൊരു മാതിരി, കാറ്റടിച്ചപ്പോ കാട്ടുത്തി, കമ്പിത്തിരിയിലാത്തിരി, തീപ്പൊരി കൊണ്ട് തീ കൊടുത്താൽ ഉല്ലാസ പൂത്തിരി, പച്ച പരിഷ്കാരി, പച്ച മലയാളി, പുരുഷ മുതലയാളി, മദ്യം മദിരാശി, വായെടുത്താൽ വായാടി, വാക്കെടുത്താൽ വാക്കാത്തി, പോരെടുത്താൽ പോരാളി, തോക്കെടുത്തിട്ട്. നമുക്കൊക്കെ പാടിയാലോ ശിവ? അന്ന് പഠിക്കോ? സെറ്റ്, പാടാം നമുക്ക്. ഞാനും ഉണ്ടേ. അന്ന് പഠിക്കോ? പിന്നെ സെറ്റില്ലേ ജാക്ക് എഴുതിക്കുള്ളേ. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് നമുക്ക് എ ഗ്രേഡ് തന്നെ കിട്ടും. അതൊന്നല്ലടി, ഞാൻ വേറൊരു പാട്ടും കൂടി എഴുതിക്കണം. അത് കേൾക്കുമ്പോ ടീച്ചർ ഒന്നുകൂടി ഷോക്കാവുക. ഏതാടി ആ പാട്ട്? എന്നാ പാട്ടും പാടേ. അത് പാടാതിരിക്കുക ഭേദം. എന്നാലും ഇജ്ജ് പാടി, നമുക്ക് പാടാം. ടീച്ചറെ വരാൻ കുറെ ടൈം എടുക്കുമല്ലോ. ഇജ്ജ് പാടെന്ത് ശിവ? ഊതണ്ട പോലെ നീ പറ. എത്ര അടിച്ചു വെക്കിണ്ടെണ്ണം പറഞ്ഞപ്പോ കൂമ്പിലിട്ട് ഇടിച്ചു. എന്റെ പൊന്ന് സാറേ, എന്റെ പെണ്ണങ്ങ് ചതിച്ചു. കാശുകാരൻ ചിരിച്ചപ്പോ അവക്കങ്ങ് സുമിച്ചു. എന്ന് തട്ടിക്കളഞ്ഞിട്ട് പുളിങ്കൊമ്പ് പിടിച്ചു. ഒറ്റപ്പെട്ട വിഷമത്തിൽ ബാരിക്കോയി കുടിച്ച്. അത് സെറ്റ് ആയിക്കണോ? എന്തായാലും ട്രെൻഡ് പാട്ടല്ലേ. നിങ്ങളും പാടി, നമുക്കൊക്കെ പാടാം. അതെടി ആര്യ മിസ്. അയ്യോ, നമ്മൾ പാടിയത് കേട്ടോന്നാവോ? അയ്യോ, എവിടെ? അങ്ങോട്ട് തിരിഞ്ഞു നോക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ കാണുക. എന്തെല്ലാരും പാട്ട് നിർത്തി കളഞ്ഞത്? ഞാൻ പുറത്തുനിന്ന് നോക്ക് കേൾക്കുമായിരുന്നു. ഏതോ മലയാളത്തിലുള്ള സിനിമാ പാട്ടല്ലേ പാടിയത്? നല്ല ഈണത്തിനും താളത്തിനും ഒക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ. അത് മിസ്സേ, ഏതോ മലയാള പാട്ടായിരുന്നല്ലോ. ഏതാ അത്? ഒന്ന് പാടിക്ക, ഞാനും കേൾക്കട്ടെ, എന്നിട്ട് ഞാനും ചിരിക്കട്ടെ. നമുക്ക് പാടിയാലോ ശിവ? നിനക്കെന്താടി പ്രാന്തുണ്ടോ? മിസ് നമ്മളെ കളിയാക്കുന്നത്, അല്ലാതെ നമ്മളോട് പാടാൻ പറയുന്നല്ല. ശരി ശരി, എന്നാ ഇത്രയും താളത്തിൽ പാടിയ പാട്ട് നിങ്ങൾ പാടണ്ട. നമ്മളെ മലയാളത്തിലില്ലേ ആ കവിത ഒന്ന് പാടിക്കേ. ഏത് മിസ്സേ? ഓണമുറ്റത്ത് വൈലോപ്പുള്ളിയുടെ. അതൊന്ന് പാടിക്കേ, ഞാനൊന്ന് കേക്കട്ടെ. അതേത് പാട്ടടി? ഞാൻ കേട്ടിട്ടില്ലല്ലോ. എനിക്കും അറിയില്ലടി. മിസ്സിന് ഇപ്പൊ നമ്മള് വർത്താനം പറയുന്നിട്ട് നമ്മളെ കൊണ്ട് പാടിപ്പിക്കും. മിണ്ടാതിരിക്ക്. നമുക്കറിയാവുന്ന പോലെ അങ്ങോട്ട് ചിരിച്ചു നിൽക്കുക. അപ്പൊ ടീച്ചറെ പൂതി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഓണമുറ്റത്തൊന്ന് പാടിക്കുക എല്ലാവരും. നല്ല ഈണത്തിനും താളത്തിനും സിനിമാ പാട്ടൊക്കെ പാടാൻ അറിയാലോ. നല്ല സിനിമാ പാട്ടുകളൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് പോന്നിക്കുക. ആ രണ്ടാമത് പാടിയ പാട്ട് ഏതായാലും കൊള്ളാം. ഇപ്പത്തെ പാട്ടൊക്കെ എങ്ങോട്ടാ പോകണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാം. എന്താ പെഗിന്റെ എന്താ പാട്ടല്ലേ അത്? ആ മിസ്സേ. അത് പറഞ്ഞപ്പോ എന്താ ഓളൊരു നല്ല പറച്ചില്. ഓണമുറ്റത്ത് പാടാൻ പറഞ്ഞപ്പോ ഒരൊറ്റ എണ്ണത്തിനും അറിയില്ല. 10ാം ക്ലാസ് ആണെന്നുള്ള ചിന്ത പോലും ഒരു കുട്ടികൾക്കും ഇവിടെ കാണാനില്ല. എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ. അത്രക്കും സാധനങ്ങളല്ല ഇതിൽ മേടിച്ച് വെച്ചിരിക്കണത്. ഒരു കൊട്ട മാർക്കുണ്ടല്ലോ, പിന്നെ എങ്ങനെ കൈ വേദനിക്കാതിരിക്കുക? മാർക്കിന്റെ കനം കൊണ്ട് എന്റെ കൈ ഒടിയാറായിക്കണു. 10-12 വർഷമായിട്ട് ഞാൻ ഈ ടീച്ചിങ് ഫീൽഡിൽ ഉള്ളതാണ്. ഇതുപോലൊരു മെനകെട്ട ബാച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതുപോലെ പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരും പഠിച്ചാത്ത പിള്ളേരും. എന്തിനാ അവർക്കൊക്കെ ഒരുങ്ങിങ്ങോട്ട് പോയിരുന്നു രാവിലെ തന്നെ? പിന്നെ മാസം മാസം ശമ്പളം കിട്ടാൻ ഇങ്ങോട്ട് പോരണുന്നുള്ളൂ. അല്ലാതെ പെങ്ങളെ പഠിപ്പിച്ചിട്ട് ഒരു ഉപകാരമൊന്നും ഇല്ല. അപ്പോൾ ഇതുപോലത്തെ ബാച്ചൊക്കെ മുമ്പൊരു ബാച്ച് പോലും ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പല്ല ബാച്ചൊക്കെ എന്ത് നല്ല കുട്ടികളായിരുന്നു. ഇങ്ങനത്തെ ഒരു കുട്ടികളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേര്. എൻ്റെ ദൈവമേ, അടുത്ത വർഷമെങ്കിലും ഒരു നല്ല ക്ലാസ്സിൽ ചാർജ് കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും ഞാൻ പേപ്പർ തരാം. കൈ പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. പാറു, ദൈവമേ കുടുങ്ങി. പേപ്പർ മേടിച്ച് അങ്ങോട്ട് വരണമെന്നില്ല, ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്തായാലും കൊട്ടക്കണക്കിന് മാർക്കുണ്ടല്ലോ, അവിടെ കൊടുന്നുതരാം. ഇനിയും മാർക്ക് മേടിച്ച് അങ്ങോട്ട് വരണമെന്നില്ല. 50ൽ 5. ഇനി മാർക്കിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാണ്ടോ? അത് മിസ്സേ, എക്സാമിന് അന്ന് എനിക്ക് നല്ല വയറുവേദന വയറൊക്കെ ആയിരുന്നു. അതുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഉണ്ടാക്കണല്ലോ. അതിനല്ലേ നമ്മൾ ഇരിക്കണേ. അല്ലെങ്കിൽ പോൾ 50ൽ 50 മേടിച്ചു എന്നാ പോള് പറയണത്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. പോയിട്ട് 2 A4 എടുത്തിട്ട് വാ, അല്ലെങ്കിൽ ബുക്കിന്റെ പേജ് ആയാലും മതി. എന്നിട്ട് ആ ബാക്ക് ബെഞ്ചിൽ പോയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, എന്നിട്ട് അതിന്റെ ആൻസർ ചെയ്ത് പേപ്പറിൽ. അത് വേണോ ടീച്ചറെ? ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതല്ലേ. അത് മറ്റു കുട്ടികൾക്കും ബുദ്ധിമുട്ടാവില്ല ടീച്ചറെ. നിർത്തടോ, തന്നെ കൊണ്ടൊന്നും പറ്റൂലെന്ന് എനിക്കറിയാം. 5 മാർക്കിന് കിട്ടിയത് ഞാൻ എന്തൊക്കെ കൂട്ടിയിട്ടെന്നോണ്ട്, അല്ലെങ്കിൽ അതും ഉണ്ടായിരുന്നില്ല. എന്താ ഓളെ പാവം, മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുന്ന്. ഈ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ബുക്കും കൂടി തന്ന ഏത് ഉത്തരം പോലും ഓൾക്ക് നോക്കി എഴുതാൻ വയ്ക്കൂല. പിന്നല്ലേ ഈ ആരോടെ കളിക്കണേ? ഈ രമണി ടീച്ചറിനോടോ? നാളെ വരുമ്പോൾ അമ്മനെ കൊണ്ട് ഒപ്പിടിച്ച് വരണം. കള്ളൊപ്പെങ്കിലും ഒട്ടിയാൽ ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞയക്കും. പറഞ്ഞില്ല വേണ്ട. ശിവ. അയ്യോ, എനിക്കാ? എനിക്കൊന്നും പറയാനില്ല ശിവ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം?
എന്തൊക്കെ കവിതയോളം ഇതിൽ എഴുതി വെച്ചിരിക്കണത്? സിനിമയിലില്ല മൊത്തം കവിത ഇതിലുണ്ടാവും. ഇനി സിനിമാക്കാർക്ക് പാട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നീ ഓളെ ചെയ്തു നീ അടുത്ത രചയിതാവ്. എന്തോന്നടി ശിവ ഇത്? നിന്നോടൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്തൊക്കെയാ ഇതിൽ എഴുതി വെച്ചിരിക്കണത്? മൊത്തം പാട്ട്. ഇത് മലയാളത്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് മലയാളമെങ്കിലും നിനക്ക് ഇതിൽ എഴുതി വെച്ചൂടെ? മലയാളത്തിലെ ബുക്കിലെ അറിയണതെങ്കിലും എഴുതിക്കൂടെ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിക്കൂടെ? ഇത് ഈ പാട്ട് എഴുതി വെച്ചിരിക്കണ എന്തിനാ? എനിക്കൊരു എടുത്തും പൊടിയും കിട്ടിയിട്ടില്ല. അത് പിന്നെ രാവിലെ പോന്നപ്പോ കണ്ട പാട്ടേന്നു, അപ്പൊ അത് ഓർമ്മ വന്നപ്പോ അങ്ങനെ എഴുതിയതാ. അതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. രാവിലെ ഫോൺ നോക്കിയിട്ടല്ലേ വരിക, അല്ല ബുക്ക് നോക്കിയിട്ടൊന്നല്ലല്ലോ. എക്സാമിന് വരുമ്പോഴും ആ പാട്ടൊക്കെ പഠിച്ചെന്ന് വന്നാൽ മതി. എന്നാൽ അത് എഴുതിയേക്കാലോ. IMBയിൽ 0 മാർക്ക്. നാളെ ഈ പേപ്പറിൽ തന്നെ അമ്മനെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് ക്ലാസ്സിൽ വന്നാൽ മതി. അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പുറത്തായിരിക്കും, ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറ്റൂല കേട്ടോ. ഓക്കെ മിസ്. അമ്മൂസ്. യെസ് ടീച്ചർ. IMBയിൽ 47. അയ്യോ മിസ്സേ, IMBയിൽ 47 ഉള്ളൂ. ബാക്കി 3 മാർക്ക് എവിടെ പോയി? ഫുൾ എഴുതൊക്കെ ചെയ്തുക്കണം, പക്ഷെ തീരെ കൈയക്ഷരമല്ല. അതുകൊണ്ടാണ് 3 മാർക്ക് കുറച്ച്. ഒന്ന് വൃത്തിക്കും എനക്കൊക്കെ എഴുതി കൂടെ എനിക്ക് 3 മാർക്കും കൂടി കൂട്ടിയിട്ടായിരുന്നു. അല്ലാതെ ഞാൻ എന്താ ചെയ്യണം? ഫുൾ മാർക്ക് ഇട്ടേരിയേ. പിന്നെ IMBയിൽ 50 ഇട്ടെന്നാലേ പിന്നെ എനിക്ക് ഞാനാ ക്ലാസ്സിലെ വലിയ പഠിപ്പിച്ചെന്നൊക്കെ തോന്നും. അതാ പിന്നെ IMBയിൽ 47 ഇട്ട്. ഒന്നും കൂടിയും പഠിച്ച് നന്നാവാണ്ടട്ടാ. എന്നാലും എൻ്റെ 3 മാർക്ക്. എടി എനിക്ക് 47 കിട്ടിയില്ല. മനസ്സിൽ ഇവിടെ 0 കിട്ടിയിട്ടാ കുത്തിയിരിക്കണം. എന്നിട്ട് അവൾക്ക് 3 മാർക്കും പറഞ്ഞീന. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ശിവ. അവൾക്ക് 3 മാർക്ക് കുറഞ്ഞീന. എനിക്ക് പിന്നെ ഒന്നൊരു പ്രശ്നമല്ലല്ലേ. അമ്മു അടുത്ത പരീക്ഷയ്ക്ക് നല്ല വൃത്തിക്ക് ഫുൾ എഴുതി കഴിഞ്ഞാൽ എനിക്ക് 50 തരും കേട്ടോ ടീച്ചർ. ഓക്കെ ടീച്ചർ. ആമിന എന്തിനാടി രാവിലെ തന്നെ നീച്ചിങ്ങോട്ട് പോരുന്നേ? അത് പിന്നെ ഒരേ നിർബന്ധം. സ്കൂൾക്ക് പോന്ന് പറഞ്ഞിട്ട് ഞാൻ പോണില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. വയറുവേദനിച്ചാണ് എന്നൊക്കെ. അമ്മ പോന്ന് പറഞ്ഞിട്ട് പിന്നെ ആല ഓടും. അപ്പോൾ പിന്നെ ഞാനിങ്ങോട്ട് പോരും. അല്ലാതെ എനിക്ക് പൂതിയുണ്ടായിട്ട് പോരുമെന്നല്ലേ. ഞാൻ എനിക്ക് പൂതിയായിട്ട് പോരാന്ന് വിചാരിച്ചു. എൻ്റെ അടുത്തും തെറ്റുണ്ട്. എത്ര ഉദ്ദേശിച്ചാണ്? മാർക്ക് എത്രയാവുമെന്ന് പറഞ്ഞാ? എനിക്കൊരു IMBയിൽ 49 ഉണ്ടാവും അല്ലേ ടീച്ചറെ? 49 അല്ല, എനിക്ക് IMBയിൽ 50 ഒലക്കാണ് എനിക്ക്. ഇത് പേപ്പർ എന്തിനാ എടുക്കണ്? എക്സാമിന് പൈസ മേടിച്ചതുകൊണ്ട് മുതലാക്കാൻ എടുക്കണ പേപ്പറാണ് ഇത്ര തോനെ. 20ഉം 25ഉം പേപ്പറൊക്കെ ഉള്ളു എടുത്തിക്കണത്. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടോ? അതിലായിട്ടൊന്നുമില്ലേനും. പിന്നെ എന്തിനാ അത്രയും പേപ്പർ എടുക്കണത്? പേപ്പർ മുതലാക്കാനോ? ആ പേപ്പർ നമുക്ക് അടുത്ത വർഷം എടുത്തൂടെ? ഒരു കെട്ട് പേപ്പറാവുള്ളൂ എടുത്തിക്കണം. എന്നിട്ട് മാർക്ക് ഉണ്ടോ? IMBയിൽ 5 മാർക്ക്. എന്തിനാ ആമിനാച്ചി ഇങ്ങോട്ട് പോരുന്നത്? എക്സാമിന് പൈസ തരുന്നത് മുതലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേപ്പർ മേടിച്ചെടുക്കുക? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവശ്യമല്ല. ഞാൻ കുറച്ച് പേപ്പർ എൻ്റെ പെരയിൽ കൊടുത്തുതരാം. എന്നാൽ പിന്നെ ആ എക്സാമിൻ്റെ പേപ്പർ മുതലാക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ എക്സാമിന് 250, 300 വെച്ച് മേടിച്ചാൽ ഞങ്ങൾക്കിപ്പോൾ പേപ്പറിൽ കുറേ എഴുതണ്ടേ? എന്നിട്ടും എൻ്റെ തർക്കുത്തരത്തിന് ഒരു കുറവുമില്ലല്ലോ. ഞാൻ അതാലോചിക്കണം. പിന്നെ തെറ്റിയതൊക്കെ 50 പ്രാവശ്യം പോഷൻ എഴുതിയിട്ട് വന്നാൽ മതി കേട്ടോ. പിന്നെ അമ്മനെ കൊണ്ട് സെയിൻ ചെയ്യിപ്പിച്ചും ചെയ്യും ഫസ്റ്റത്തെ പേജിൽ. ഞാൻ എൻ്റെ പേപ്പർ നോക്കി കുഴങ്ങി. എന്തെങ്കിലും വേണ്ടേ ഇതിലിപ്പോൾ എന്തെങ്കിലും ആൻസർ ശരിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കി. എന്നിട്ട് 5 മാർക്കാ ഉള്ളത് ആ 20 പേപ്പറിൽ. ഞാൻ ഇത്രയും പഠിച്ച കുട്ടി ഏതാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പേപ്പർ എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുക. ഇതിലിപ്പോൾ ശരി ഏതെങ്കിലും ഉണ്ടോയെന്ന്. എൻ്റെ പേപ്പറാണെന്ന് അറിഞ്ഞിക്കഴിഞ്ഞാൽ ഞാൻ തുറക്കന്നെ ചെയ്യൂലായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം എക്സാം എഴുതാണെങ്കിൽ 1-2 പേപ്പർ ഇട്ടാൽ മതി കേട്ടോ. എനിക്കൊന്നും എഴുതാല്ലെങ്കിൽ. ഓക്കെ മിസ്. ദേവി. യെസ് മിസ്. IMBയിൽ 30 മാർക്ക്. എന്താ ദേവി ഇത്? എനിക്ക് അടുത്ത അൻ്റെയിലുള്ളൂ പ്രതീക്ഷ. അതിക്ക് കളയാം. ഈ പാട്ടോലപ്പം പാടാത്ത നന്നായി. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വടിയുണ്ട്. എൻ്റെ കയ്യിന് 2 അടി അടിച്ചിന് ഞാൻ. ഇതിപ്പോൾ ഓരോ ദിവസം കൂടുമ്പോഴും മോശമായി ഇങ്ങനെ വരികയാണ്. ആരപ്പം കൂടിച്ചത് ഈ കേടിരുന്നത്? ആദ്യം ക്ലാസ്സിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കലും ചെയ്യുകയായിരുന്നു. ഇപ്പം എനിക്ക് ഒന്നിലൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഫുള്ള് കളിച്ചണം എന്നില്ല ചിന്തയുള്ളൂ. ഞാൻ അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് മേടിച്ചോളൂ ടീച്ചറെ. മേടിച്ചാൽ നിനക്ക് കൊള്ളാം. നിൻ്റെ അമ്മനൊന്ന് എനിക്ക് കാണണം. അമ്മ എനിക്ക് വിളിക്കലുണ്ട് ഇടക്ക്. പിന്നെ പേപ്പറിൽ സൈൻ ചെയ്തിട്ട് വന്നാൽ മതി നാളെ. തമ്പുരു. യെസ് മിസ്. ആഹാ, നീ വന്നിരുന്ന ക്ലാസ്സിൽ ഞാൻ തന്നെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഈ വന്നിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കണത്. ടീച്ചറിന് അതിന് ഇങ്ങനെ ശ്രദ്ധയില്ലല്ലോ. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ളവരെയല്ലേ ശ്രദ്ധിക്കണമെങ്കിൽ 2 അക്ഷരം പഠിച്ചണേ. അല്ലാതെ എങ്ങനെ ടീച്ചർ ശ്രദ്ധിക്കണോ? പഠിച്ചിന കുട്ടികളെ ടീച്ചർ എപ്പോഴും നോക്കും. ടീച്ചർ എപ്പോഴും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എല്ലാറ്റിനും സപ്പോർട്ടേ കാരം. അല്ലാത്തവരെ എന്നെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. IMBയിൽ 34. അനക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൈക്കപ്പൊടിൽ കുറച്ച് കൂടിക്കണല്ലോ. എന്താണ് തമ്പുരു? മറ്റേത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നേന്നായിരുന്നു. ഇപ്പോൾ മൈക്കപ്പുമ്പോൾ കൂടിക്കണല്ലോ. പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. 10ാം ക്ലാസ്സാണ്. മാർക്കില്ലെങ്കിൽ ആൾക്കാർ പറയും. നാളെ വരുമ്പോൾ തെറ്റിയതെല്ലാതും എല്ലാവരും പോഷൻ എഴുതി കൊണ്ടുവരാം കേട്ടോ. പറഞ്ഞേ കേട്ടില്ല. നാളെ വരുമ്പോൾ എല്ലാവരും എഴുതാതെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ പുറത്തായിരിക്കും. ക്ലാസ്സിൽ കയറ്റൂല. ശരി മിസ്, എഴുതാ. അമ്മനെ കൂട്ടി വരാൻ പറഞ്ഞോളി. അമ്മനെ കൂട്ടിയിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടോ. ഓക്കെ മിസ്.
ശിവ നീ അമ്മനെ കൂട്ടി വരുന്നുണ്ട് കേട്ടോ. അമ്മനോട് കുറച്ച് പറയാണ്ടിക്ക്. ഈ ടീച്ചർക്ക് എന്നെ കണ്ട ഒരു കണ്ണിക്കുരുവാ. ഞാൻ ടീച്ചറെ മുൻകാല ശത്രു ആയ പോലെ.